ഗിറ്റാർ വായിക്കുകയും ഉത്സാഹത്തോടെയും വൈദഗ്ധ്യത്തോടെയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ രോഗിയുടെ നേർക്ക് ഡെൽഗാഡോ റിമോട്ട് ചൂണ്ടിക്കൊണ്ട് 1.2 മില്ലി ആംപിയർ വൈദ്യുതി അയച്ചു. അതിനെ തുടർന്ന് ഉത്തേജനത്തിന്റെ 7ാമത്തെ സെക്കൻഡിൽ അവൾ ഗിറ്റാർ വലിച്ചെറിയുകയും രോഷത്തോടെ മതിലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് കുറച്ചു മിനിറ്റ് തറയിൽ ചുറ്റി നടന്നതിന് ശേഷം അവൾ ക്രമേണ നിശബ്ദയാവുകയും അവളുടെ പതിവ് സന്തോഷകരമായ പെരുമാറ്റം പുനരാരംഭിക്കുകയും ചെയ്തു. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റിമോസിവർ ഘടിപ്പിച്ച മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ പുറത്തുനിന്ന് റിമോട്ട് കൺട്രോളർ വഴി നൽകുന്ന നിർദ്ദേശങ്ങളെ ചെറുക്കാൻ സാധിക്കില്ല എന്ന് ഡെൽഗാഡോ കുറിച്ചിരുന്നു. ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന യുവതിയിൽ കോപം ഉളവാക്കിയതുപോലെ തന്നെ ഡെൽഗാഡോ മറ്റൊരു യുവതിയിൽ ഉത്കണ്ഠ ഉളവാക്കിയിരുന്നു. റിമോട്ടിന്റെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് വഴി യുവതിയുടെ ഉത്കണ്ഠയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നാണ് ഡെൽഗാഡോ തന്റെ ഫിസിക്കൽ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ടുവേർഡ്സ് എ സൈക്കോ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്.